ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും അജൂസ് കിച്ചൻ വേൾഡിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഒരു ചൈനീസ് ഡിഷായിട്ടുള്ള ചില്ലി ബേബിക്കോൺ ആണ് തയ്യാറാക്കുവാനായിട്ട് പോകുന്നത്. ഇത് പ്രത്യേകിച്ചും ഫ്രൈഡ് റൈസിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയൊക്കെ കഴിക്കാനായിട്ട് പറ്റുന്ന നല്ല അടിപൊളിയായിട്ടുള്ള ഒരു റെസിപ്പിയാണ്. അപ്പം ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവർക്കും കൂടി പ്രയോജനപ്പെടേണ്ടതിനായിട്ട് മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കാനായിട്ടും ഓർക്കുമല്ലോ. സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ടും മറക്കല്ലേ. ചില്ലി ബേബിക്കോൺ തയ്യാറാക്കാനായിട്ട് നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ എന്തെല്ലാമാണെന്ന് നോക്കാം. അതിനായിട്ട് ഞാനൊരു 250 ഗ്രാം ബേബിക്കോണാണ് എടുത്തിട്ടുള്ളത്. ഇത് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പം ഞാൻ ഒരു ബേബിക്കോണിനെ 6 പീസായിട്ടാണ് കട്ട് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പം ഇതിനൊന്ന് ഒന്നുകൂടെ ഒന്ന് തിന്നായിട്ട് കട്ട് ചെയ്തെടുക്കാം. അപ്പം ഈ രീതിയിൽ ഞാനിപ്പോൾ ഒരു ബേബിക്കോണിനെ 6 പീസസ് ആയിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. ബാക്കിയുള്ളത് നമ്മൾക്കിതുപോലെ കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഇത് ഒന്ന് ഒരു 3-4 മിനിറ്റ് സമയത്തേക്ക് ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. അല്പം ഉപ്പും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നമ്മൾക്ക് ഒരു 3-4 മിനിറ്റ് സമയം ഒന്ന് കുക്ക് ചെയ്തെടുക്കുക. ഒരു 4 മിനിറ്റ് സമയത്തിന് ശേഷം നമ്മൾക്ക് ഇത് വെള്ളത്തിൽ നിന്നങ്ങ് മാറ്റാവുന്നതാണ്. ഇനി നമുക്ക് ഇതിന് വേണ്ടിയിട്ടുള്ള ഒരു ബാറ്റർ തയ്യാറാക്കണം. അതിനായിട്ട് ഞാനിവിടെ 1/4 കപ്പ് മൈദ, 1/4 കപ്പ് കോൺഫ്ലവർ, ആവശ്യത്തിനുള്ള ഉപ്പും കൂടി എടുത്തിട്ടുണ്ട്. ഇനി വേണ്ടുന്നത് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ്. അതുപോലെ 1/4 ടീസ്പൂൺ മുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 1/4 ടീസ്പൂൺ ജീരകപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് ഓപ്ഷണലാണ്, നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതിയാവും. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒരു തിക്ക് ബാറ്ററാണ് നമുക്ക് ആവശ്യം. കുറേശ്ശെയായിട്ട് വെള്ളം ചേർത്ത് കൊടുത്ത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഒട്ടും തന്നെ കട്ട കെട്ടാതെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. നല്ല തിക്കായിട്ട് നമ്മൾക്ക് ഒരു ബാറ്ററാണ് നമ്മൾക്ക് ആവശ്യമായിട്ടുള്ളത്. അപ്പം നമ്മുടെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾക്ക് കുക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ബേബിക്കോൺ ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി ഓരോ പീസസിലും നന്നായിട്ട് ആ ബാറ്റർ നന്നായിട്ട് കോട്ട് ചെയ്ത് വരേണ്ട രീതിയിൽ നമ്മൾക്കിത് മിക്സ് ചെയ്തെടുക്കണം. ഇപ്പോൾ ഇവിടെ നന്നായിട്ട് നമ്മൾ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമ്മൾക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ് വേണ്ടത്. അതിനായിട്ട് ഞാനൊരു പാനിൽ അതിനാവശ്യത്തിനുള്ള എണ്ണ ഇവിടെ ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് നമ്മൾക്ക് ഈ ബേബിക്കോൺ ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഫ്രൈ ആക്കി എടുക്കണം. രണ്ട് സൈഡും ഒരുപോലെ നന്നായിട്ട് ഫ്രൈ ആയിട്ട് കിട്ടണം. നല്ല ക്രിസ്പി ആയിട്ട് വരണം. ഇപ്പോൾ ഇവിടെ നമ്മുടെ ബേബിക്കോൺ നന്നായിട്ട് ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഇപ്പം ഞാൻ എല്ലാം എണ്ണയിൽ നിന്നും കോരി മാറ്റിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേണ്ടുന്ന ഒരു സോസ് നമുക്ക് തയ്യാറാക്കണം. അതിനായിട്ട് നമുക്ക് വേണ്ടുന്നത് ക്യാപ്സിക്കം, ഒരു വലിയ ക്യാപ്സിക്കം ഞാൻ ചതുര കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഇവ വേണ്ടുന്ന സവാളയാണ്. അതുപോലെ കുറച്ച് വെളുത്തുള്ളി വേണം. അതുപോലെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും വേണം. സവാളയും ക്യാപ്സിക്കവും ഞാൻ ചതുര കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് ചേർത്ത് കൊടുത്ത് നമുക്കൊരു 2 മിനിറ്റ് സമയം ഒന്ന് വഴറ്റിയെടുക്കണം. ഒരുപാട് വഴണ്ടു പോകേണ്ട ആവശ്യമില്ല.
ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടി ഇതും കൂടി ചേർത്ത് കൊടുത്ത് നമുക്കൊന്ന് മിക്സ് ചെയ്യാം. ഒരു ടേബിൾ സ്പൂൺ സോയാ സോസ് കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി വേണ്ടുന്നത് ടൊമാറ്റോ സോസാണ്. ഞാനൊരു 2 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ 1 ടീസ്പൂൺ കോൺഫ്ലവർ 1 കപ്പ് വെള്ളത്തിൽ മിക്സ് ചെയ്തതിന് ശേഷം അതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി നമ്മൾക്ക് ഈ സമയം ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ട് ഒന്ന് തിളച്ച് ഒന്ന് കുറുകി വരണം. കോൺഫ്ലവർ ചേർത്തിരിക്കുന്നത് കൊണ്ട് തന്നെ പെട്ടെന്ന് അതങ്ങ് കുറുകി വരും. ഇനി ഇതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ബേബികോൺ നമ്മൾക്ക് ചേർത്ത് കൊടുക്കാം. ഒരു 2 മിനിറ്റ് സമയം ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം 2 മിനിറ്റ് സമയം ഒന്ന് കുക്ക് ചെയ്തെടുക്കുക. അല്പം മല്ലിയില കൂടി നമ്മൾക്ക് ഇതിൻ്റെ മുകളിലേക്ക് ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് ആവശ്യമെന്നുണ്ടെങ്കിൽ ഒരു അല്പം ഷുഗർ കൂടി ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇപ്പോൾ നമ്മുടെ ചില്ലി ബേബിക്കോൺ ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. വളരെ ഈസി ആയിട്ട് തയ്യാറാക്കാനായിട്ട് പറ്റുന്ന ഒരു റെസിപ്പിയാണ് ഇത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനായിട്ടും മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്ത് കൊടുക്കാനായിട്ടും മറക്കല്ലേ. സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ടും ഓർക്കുമല്ലോ. അടുത്ത നല്ലൊരു റെസിപ്പിയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാ കൂട്ടുകാർക്കും ബൈ.